بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. ഷഫാഅത്തിനെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വഖാല അബൂ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഉത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലഹ്മിൻ, നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാംസഭക്ഷണം കൊണ്ടുവരപ്പെട്ടു. ഫറഫഅ ഇലൈഹി ദിറാഅ, അവിടുന്നിലേക്ക് ദിറാഇനെ ഉയർത്തപ്പെട്ടു. ദിറാഅ് എന്ന് പറഞ്ഞാൽ മുഴങ്കൈ, ആടിൻ്റെ മുഴങ്കൈ ഇറച്ചി അവിടുന്ന് നൽകപ്പെട്ടു എന്നർത്ഥം. വകാനത്തു ഉജിബുഹു, അവിടുന്ന് അതിനെ ഇഷ്ടപ്പെടുമായിരുന്നു, വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു മുഴങ്കൈയുടെ ഭാഗം. ഫനഹശ മിന്ന, അവിടുന്ന് അതിൽ നിന്ന് കടിച്ചെടുത്തു, നഹശത്തിന് ഒരു കടിക്കൽ കടിച്ചെടുത്തു. സുമ്മക്കാൽ, എന്നിട്ട് അതിൻ്റെ ഇടയിൽ അവിടുന്ന് അരളി, എല്ലാ അവസരത്തിലും അവിടുന്ന് ജനങ്ങളെ ആഖിറത്തിൻ്റെ ചിന്തയിലേക്ക് തിരിച്ചുവിടുമായിരുന്നു. ഏതൊരു ഭൗതിക കാര്യത്തിനെയും ആഖിറത്തിലേക്ക് അവിടുന്ന് തിരിച്ചുവിടുമായിരുന്നു. അങ്ങനെ ഈ സമയത്ത് അവിടുന്ന് അരളുകയാണ്, അന സയ്യിദുൽ മുർസലീന യൗമൽ ഖിയാമ, ഞാൻ ഖിയാമത്ത് നാളിൽ മുഴുവൻ റസൂലുകളുടെയും നേതാവായിരിക്കും. വഹൽ തദ്റൂന മിമ്മ ദാലിക, നിങ്ങൾക്കറിയുമോ എന്തിൻ്റെ പേരിലാണ് അങ്ങനെയെന്ന്? ഞാനിങ്ങനെ മുഴുവൻ നബിമാരുടെയും നേതാവായത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ? യജ്മഉല്ലാഹുൽ അവ്വലീന വൽ ആഖിരീൻ, എന്നെ അല്ലാഹു തആല മുൻഗാമികളെയും പിൻഗാമികളെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടും ഖിയാമത്ത് നാളിൽ. ആദ്യം പോയവരെയും വരാൻ പോകുന്നവരെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. ഫീ സഈദിൻ വാഹിദിൻ, ഒരു മൈതാനിയിൽ. യസ്മഉഹുമുദ്ദാഇ, ഒരു വിളിച്ചു പറയുന്ന ആൾ അവരെ എല്ലാം കേൾക്കും, അവരുടെ വിളി കേൾക്കുന്ന രൂപത്തിൽ, അതായത് ആ രൂപത്തിൽ സമനിരപ്പായ നിലയിൽ, ഏറ്റക്കുറച്ചിലില്ലാത്ത രൂപത്തിൽ. വയൻഫുദുഹുമുൽ ബസറു, കാഴ്ച അവരിൽ ആണ്ടിറങ്ങും, അഥവാ എല്ലാവരെയും ഒരേ രൂപത്തിൽ കാണാൻ കഴിയും. ആ രൂപത്തിലുള്ള ഒരു മൈതാനിയിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടും. തദ്നു ശംസു, സൂര്യൻ ജനങ്ങളോട് അടുപ്പിക്കപ്പെടും. അങ്ങനെ ഫയബ്ലുഗുന്നാസു, ജനങ്ങൾ എത്തിച്ചേരും, മിനൽ ഗമ്മി വൽ കർബി, ക്ലേശവും ബുദ്ധിമുട്ടും, മാലായുത്തീഖൂൻ, അവർക്ക് സാധ്യമല്ലാത്ത, താങ്ങാൻ കഴിയാത്ത ഒരു പരുവത്തിലേക്ക് അതെത്തും. ജനങ്ങൾ എത്തും, ഗമ്മിനാലും കർബിനാലും എന്ത് പരിധിയിലേക്കും, ഒരു പരിധിയിലേക്ക്. ലാ യുത്തീഖൂൻ, അതിനവർക്ക് താങ്ങാൻ കഴിയില്ല. ലാ യഹ്തമിലൂൻ, അവർക്ക് സഹിക്കാനും കഴിയില്ല. ഫയഖൂലുൻ നാസു ബഅദുഹും ലിബഅദിൻ, ജനങ്ങളിൽപ്പെട്ട ചിലരോട് പറയും. ഫയഖൂലുന്നാസു, ജനങ്ങൾ പറയും, ബഅദുഹും ലിബഅദിൻ, ചിലരോട് പറയും, അലാ തറൗന മാ ഖദ് ബലഗകും, നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾക്ക് എത്തിയ ഈ ഒരു മാനസികാവസ്ഥയെ? മാ ഖദ് ബലഗകും, നിങ്ങൾക്ക് എത്തിയ ഈ ഒരു വല്ലാത്ത ഭീഷണമായ ഈ അവസ്ഥയെ. അലാ തൻദുറൂന, നിങ്ങൾ നോക്കുന്നില്ലേ? മൻ യശ്ഫഉ ലക്കും, നിങ്ങൾക്ക് വേണ്ടി ആരാണ് ശഫാഅത്ത് ചെയ്യാനുള്ളതെന്ന് ഒന്ന് ചിന്തിക്കുന്നില്ലേ? ഇലാ റബ്ബിക, നിങ്ങളുടെ രക്ഷിതാവിലേക്ക് എന്ന് പരസ്പരം ജനങ്ങൾ വല്ലാതെ വിഷമിക്കുമ്പോൾ പറയും. അപ്പോൾ ഫയഖൂലു ബഅദുന്നാസി ലിബഅദിൻ, ജനങ്ങളിൽപ്പെട്ട ചിലരോട് പറയും, അലൈക്കും ബി ആദമ അലൈഹിസ്സലാം, നിങ്ങൾ ആദം അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക് പോകിൻ എന്ന് പറയും. അങ്ങനെ ഫയത്തൂന, ജനങ്ങളെല്ലാം കൂടെ ആദം അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക് പോകും, കുറേ ആൾക്കാർ. ഫയഖൂലൂന ലഹു, അവരെല്ലാവരും കൂടെ ആദം അലൈഹി ഇസ്ലാമിനോട് പറയും, അന്ത അബുൽ ബഷർ, അങ്ങ് മനുഷ്യവർഗത്തിന്റെ പിതാവാണ്. ഖലഖക അല്ലാഹു തആല ബിയദിഹി, അള്ളാഹു അവന്റെ പ്രത്യേകമായ നോട്ടത്തിലാണ് താങ്കളെ പഠിച്ചത്. വനഫഖ ഫീക, താങ്കളിൽ അവൻ അള്ളാഹു തആല ഊതി, മിർ റൂഹിഹി, അള്ളാഹുവിന്റെ റൂഹിൽ നിന്ന് ഊതി.
അമറൽ മലായിക്കത്ത മലക്കുകളോട് അവൻ അങ്ങേക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. അങ്ങനെ സജദൂലക്ക താങ്കൾക്ക് വേണ്ടി അവർ സുജൂദ് ചെയ്തു. അങ്ങനെയുള്ളവരാണ് അങ്ങ്. അതുകൊണ്ട് ഇശ്ഫഅലന ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ശുപാർശ ചെയ്യണം. ഇലാ റബ്ബിക്ക താങ്കളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ. അലാ തറ താങ്കൾ കാണുന്നില്ലേ മാ എന്തൊരു അവസ്ഥയിലാണെന്ന്. മാ ഒന്ന് നഹ്നുഫി ഞങ്ങൾ അതിലാണ്. ഞങ്ങൾ നിലകൊള്ളുന്ന ഈ ദുരവസ്ഥയെ അങ്ങ് കാണുന്നില്ലേ? അലാ തറ അങ്ങ് കാണുന്നില്ലേ മാ ഒന്നിനെ കത് ബലഹല ഞങ്ങൾ അതിലേക്ക് എത്തി. ഏതൊരവസ്ഥയിലാണ് ഞങ്ങൾ എത്തിപ്പോയതെന്ന് അങ്ങ് കാണുന്നില്ലേ? ഫയഖൂലു ലഹും ആദം അലൈഹി ഇസ്ലാം അവരോട് മറുപടി പറയും, ഇന്ന റബ്ബി നിശ്ചയ എൻ്റെ രക്ഷിതാവ് കത് ഗളബൽ യൗം ഇന്ന ദിവസം അവൻ കോപിച്ചിരിക്കുന്നു. ഗളബൻ ഒരു കോപം. ലം യഗ്ളബ് ഖബ്ലഹു മിസ്ലഹു അവൻ കോപിച്ചിട്ടില്ല ഇതിനു മുമ്പ് ഇതുപോലെ. വലാ യഗ്ളബു ബഅദഹു മിസ്ലഹു അവൻ ഇനി കോപിക്കത്തില്ല ഇതിനു ശേഷം ഇതുപോലെ. ഫഇന്നഹു ഖദ് നഹാനി അവൻ എന്നോട് നിരോധിച്ചിരുന്നു അനി ഷജറത്തി ആ മരത്തിനെ തൊട്ട് അങ്ങോട്ട് അടുക്കരുതെന്ന്. പക്ഷെ ഫഅസീതു ഞാൻ അവനോട് എതിര് ചെയ്തു. അതുകൊണ്ട് അള്ളാഹു എന്നോട് എന്ത് ചെയ്യുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. നഫ്സി നഫ്സി ഞാൻ എൻ്റെ നെഫ്സിനെയാണ് ചിന്തിക്കുന്നത്, എൻ്റെ നെഫ്സിനെയാണ് ഞാൻ ഓർക്കുന്നത്. എൻ്റെ ഹമ്മ് മുഴുവൻ എൻ്റെ നെഫ്സിനെ കുറിച്ചാണ്. ഇദ്ഹബു ഇലാ ഗൈരി നിങ്ങൾ ഞാൻ അല്ലാത്ത ഒരാളുടെ അടുക്കലേക്ക് പോ. ഇദ്ഹബു ഇലാ നൂഹൻ എൻ്റെ മകൻ നൂഹിൻ്റെ അടുക്കലേക്ക് പോ അലൈഹിസ്സലാം. അങ്ങനെ ഫയത്തൂന നൂഹൻ അവരെല്ലാവരും കൂടെ നൂഹ് അലൈഹി സ്വലാമിൻ്റെ അടുക്കലേക്ക് ചെല്ലും. ഫയഖൂലൂന യാ നൂഹു അന്ത അവ്വലുർ റുസുൽ റസൂലായി അയക്കപ്പെട്ടവരിൽ ആദ്യത്തെ ആൾ അങ്ങാണ്. തബ്ലീഗ് റിസാലത്ത് അവിടെ നിന്നാണല്ലോ തുടങ്ങിയത്. ഇലാ അഹ്ലിൽ അർദി ഭൂവാസികളിലേക്ക് ദൂതനായിട്ട് അയക്കപ്പെട്ടവരിൽ ആദ്യത്തെ ആളാണ് അങ്ങ്. മുമ്പുള്ളതൊക്കെ നുബുവത്ത് ഉണ്ടായിരുന്നു, റിസാലത്തില്ലായിരുന്നു. വഖദ് സമ്മാക്കല്ലാഹു അള്ളാഹു താല താങ്കളെ പേര് വെച്ചത് അബദൻ ഷക്കൂറ നന്ദിയുള്ള അടിമയെന്നാണ്. അതുകൊണ്ട് ഇശ്ഫഅലന ഇലാ റബ്ബിക അലാ തറാ മാ നഹ്നു ഫീഹി ഫയഖൂലു ഇന്ന റബ്ബി ഖദ് ഗളബൽ യൗമ ഗളബൻ ലം യഗ്ളബ് ഖബ്ലഹു മിസ്ലഹു വലാ യഗ്ളബു ബഅദഹു മിസ്ലഹു വൈന്നോ കാനത്തിലി അദ്ദേഹം പറയുകയാണ് വൈന്നോ നിശ്ചയമായും കദിക്കാനത്തിൽ എനിക്കുണ്ടായിരുന്നു ദഅവത്തിന് ഒരു ഉത്തരം നൽകപ്പെടുന്ന ഒരു ദുആ എല്ലാ നബിമാർക്കും ഉണ്ടെന്നാണ്. ഉത്തരം നൽകപ്പെടുന്ന ഓരോ ദുആ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് കിട്ടിയ ദുആയെ ഞാൻ ആഖിറത്തിലേക്ക് എൻ്റെ ഉമ്മത്തിലേക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. നൂഹ് അലൈഹി സ്വലാം പറയും എനിക്കും അങ്ങനെ ഒരു ദുആ ഉണ്ടായിരുന്നു. പക്ഷെ ദഅവത്തു ഞാൻ ആ ദുആ ചെയ്തു പോയി അലാ ഖൗമി എൻ്റെ കൗമിനെതിരെ. റബ്ബിലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറ എന്ന് ദുആ ചെയ്തു പോയി. അതുകൊണ്ട് നഫ്സി നഫ്സി ഇദ്ഹബു ഇലാ ഗൈരി ഇദ്ഹബു ഇലാ ഇബ്രാഹിമ ഖലീലില്ലാഹി അള്ളാഹുവിൻ്റെ ഖലീലാണ് അങ്ങോട്ട് പോകും. ഫയത്തൂന ഇബ്രാഹിമ ഖലീൽ അല്ലാഹി അലൈഹിസ്സലാം എല്ലാവരും കൂടി ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ അടുക്കലേക്ക് പോകും. ഫയഖൂലൂന അന്ത നബിയുല്ലാഹി അങ്ങ് അള്ളാഹുവിൻ്റെ നബിയാണ്. ഖലീലുഹു മിൻ അഹ്ലിൽ അർദി ഭൂമിയിൽ നിന്നുള്ള അങ്ങേ അള്ളാഹുവിൻ്റെ ഖലീലുമാണ്, ആത്മമിത്രം. അതുകൊണ്ട് ഇശ്ഫഅലന ഇലാ റബ്ബിക അലാ തറാ മാ നഹ്നു ഫീഹി ഫയഖൂലു ലഹും ഇന്ന റബ്ബി ഖദ് ഗളബൽ യൗമ ഗളബൻ ലം യഗ്ളബ് ഖബ്ലഹു മിസ്ലഹു വലാ യഗ്ളബു ബഅദഹു മിസ്ലഹു ഫഇന്നി കുന്തു കദബ്തു ഞാൻ കളവ് പറഞ്ഞിരുന്നു. സലാസ കദിബാത്തിൻ മൂന്ന് കളവുകൾ. വയദ്കുറുഹ അതിന് അദ്ദേഹം പറയും, ആ മൂന്ന് കളവിനെ പറയും. അതുകൊണ്ട് നഫ്സി നഫ്സി ഇദ്ഹബു ഇലാ ഗൈരി ഇദ്ഹബു ഇലാ മൂസ ഫയഅതൂന മൂസ അലൈഹിസ്സലാം ഫയഖൂലൂന യാ മൂസ അന്ത റസൂലുള്ളാഹ് അങ്ങ് അല്ലാഹുവിൻ്റെ റസൂലാണ്. ഫളലകല്ലാഹു അല്ലാഹു താങ്കളെ ശ്രേഷ്ഠമാക്കി ബി റിസാലത്തിഹി അവൻ്റെ റിസാലത്ത് കൊണ്ട് താങ്കളെ ശ്രേഷ്ഠമാക്കി. ഒബി കലാമി അവൻ്റെ കലാം കൊണ്ട് കല്ലമല്ലാഹു മൂസ തക്ലീമാന്നല്ലേ പറഞ്ഞ്. അലന്നാസി മുഴുവൻ ജനങ്ങളെക്കാൾ ശ്രേഷ്ഠപ്പെടുത്തി, മുഴുവൻ ജനങ്ങളെക്കാൾ റിസാലത്ത് കൊണ്ടും കലാം കൊണ്ടും ശ്രേഷ്ഠപ്പെടുത്തി. അതുകൊണ്ട് ഇശ്ഫഅലന ഇലാ റബ്ബിക ദുന്യാവിൽ വെച്ച് അള്ളാഹു നേരിട്ട് സംസാരിച്ച ഒരേ ഒരു പ്രവാചകൻ അതാണ് മൂസ അലൈഹിസ്സലാം. ഇശ്ഫഅലന ഇലാ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജാണ്, അത് ഈ ഭൂമിയിൽ വെച്ചല്ല. ഇശ്ഫഅലന ഇലാ റബ്ബിക ലാ തറാ മാ നഹ്നു ഫീഹി ഫയഖൂലു ഇന്ന റബ്ബി ഖദ് ഗളബൽ യൗമ ഗളബൻ ലം യഗ്ളബ് ഖബ്ലഹു മിസ്ലഹു വലൻ യഗ്ളബ ബഅദഹു മിസ്ലഹു പറഞ്ഞ പോലെ തന്നെയാണ്. ഇതിനു ശേഷം അവൻ കോപിക്കുകയില്ല ഇതുപോലത്തെ കോപം. വൈന്നി ഖത്തൽതു നഫ്സൻ ലം ഊമർ എന്നോട് കൽപ്പിക്കപ്പെട്ടിരുന്നില്ല ബി ഖത്ലിഹാ കൊല്ലണമെന്ന്. ഖത്തൽതു നഫ്സൻ ഞാൻ ഒരു നഫ്സിനെ കൊന്നു, ഒരു മനുഷ്യനെ ഞാൻ കൊന്നു കളഞ്ഞു, എന്നോട് കൊല്ലാൻ കൽപ്പിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് നഫ്സി നഫ്സി മറ്റേ
കിബിത്തിയെ കൊന്നു കളഞ്ഞില്ലേ, അതാണ്. ഇദ്ഹബൂ ഇലാ ഈസ അലൈഹിസ്സലാം ഫയതൂന, നിങ്ങൾ ഈസാ അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് പോകാൻ പറയും. ഫയതൂന ഈസ ഫയഖൂലുന യാ ഈസ, ഈസ അലൈഹിസ്സലാം അന്ത റസൂലുള്ളാഹി, താങ്കൾ അള്ളാഹുവിന്റെ ദൂതരാണ്. കലിമത്തുഹു, അള്ളാഹുവിന്റെ വചനമാണ്. അൽഖാഹ ഇലാ മറിയമ വറൂഹും മിൻ, അള്ളാഹു എന്നുള്ള റൂഹുമാണ്. കല്ലംതന്നാസ, താങ്കൾ അള്ളാഹിനോട് സംസാരിച്ചിട്ടുണ്ട്. ഫിൽ മഹദി, തൊട്ടിലിൽ കിടന്നിട്ട്. അതുകൊണ്ട് ഇശ്ഫഅ ലനാ ഇലാ റബ്ബിക അലാ തറാ മാ നഹ്നു ഫീഹി ഫയഖൂലു ഈസാ അലൈഹിസ്സലാം ഇന്ന റബ്ബി ഗളബൽ യൗമ ഗളബൻ ലം യഗ്ളബ് ഖബ്ലഹു മിസ്ലഹു വലൻ യഗ്ളബ ബഅദഹു മിസ്ലഹു വലം യദ്കുർ ദംബൻ. അവിടെ അദ്ദേഹം പാപത്തിനെ പറയുകയില്ല. വേറൊരു ഹദീസിന്റെ വ്യാഖ്യാനത്തിലാണോ ഹദീസിലാണോ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിനെ നസാറാക്കൾ ദൈവമാക്കിയല്ലോ. അള്ളാഹു തആല ചോദിക്കുമല്ലോ, അന്ത ഖുൽത ലിന്നാസി ഇത്തഖദൂനി വഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, നീയാണോ ജനങ്ങളോട് പറഞ്ഞത് നിന്നെയും നിന്റെ ഉമ്മയെയും ദൈവമാക്കണമെന്ന്? നീയാണോടാ പറഞ്ഞത് എന്ന് യജമാനനായ അള്ളാഹു അവന്റെ കോപത്തോടു കൂടെ മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാമിനോട് ചോദിക്കും. അങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഖുർആനിൽ. ആ ഒരു വിഷയത്തിനെ എടുത്തിട്ട് അദ്ദേഹം പറയുമെന്ന് വേറൊരു റിവായത്തിൽ പറയുന്നുണ്ട്. നഫ്സി നഫ്സി ഇദ്ഹബു ഇലാ ഗൈരി ഇദ്ഹബു ഇലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഈസാ അലൈഹിസ്സലാം ജനങ്ങളെ പറഞ്ഞേക്കും. അങ്ങനെ ഫയതൂനി, അവരെൻ്റെ അടുക്കലേക്ക് വരും. ഫയഖൂലുന യാ മുഹമ്മദു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത റസൂലുള്ളാഹി വഖാതമുൻ നബിയ്യീൻ വഗഫറല്ലാഹു ലക, താങ്കൾക്ക് അല്ലാഹു തആല പുറത്തു വന്നിട്ടുണ്ട്. മാ തഖദ്ദമ മിൻ ദംബിക, താങ്കളുടെ പാപങ്ങളിൽ നിന്നും മുൻകഴിഞ്ഞു പോയതിന് പാപം ഉണ്ടെങ്കിൽ അഥവാ അതിനെല്ലാം ഒമാ താഖറ, പിന്തി വന്നതിനെയും. അതുകൊണ്ട് ഇശ്ഫഅ ലനാ ഇലാ റബ്ബിക അലാ തറാ മാ നഹ്നു ഫീഹി. അങ്ങനെ ഫഅന്തലിഖു, ഞാൻ ചെല്ലും. ഫാത്തി, ഞാൻ എത്തും. തഹ്തൽ അർശി, അർശിന്റെ താഴ്ഭാഗത്തേക്ക് എത്തും. അങ്ങനെ ഫാഖഉ, ഞാൻ വീഴും. സാജിദൻ, സുജൂദ് ചെയ്തവനായ നിലയിൽ. റബ്ബി, റബ്ബിന്റെ മുമ്പിൽ. സുമ്മ, പിന്നീട് യഫ്തഹുല്ലാഹു ലി, എനിക്ക് അല്ലാഹു തആല തുറന്നു തരും. മിൻ മഹാമിദിഹി, അള്ളാഹുവിന്റെ മഹ്മദുകളാൽ. വഹുസ്നി സനാഇ അലൈഹി, അള്ളാഹുവിന്റെ മേലുള്ള നല്ല സ്തുതി കീർത്തനങ്ങളാലും. അഥവാ ഞാൻ സുജൂദിൽ കിടക്കുമ്പോ സുജൂദിൽ വെച്ച് അള്ളാഹുവിനെ സ്തുതിക്കാനുള്ള പുതിയ പുതിയ വചനങ്ങൾ എനിക്ക് അള്ളാഹു തആല തോന്നിച്ചു തരും. അള്ളാഹുവിനെ സ്തുതിക്കാനും അള്ളാഹുവിനെ പുകഴ്ത്താനുമുള്ള വചനങ്ങളെ മനസ്സിലായി എനിക്ക് ഇട്ടുതരും. ലം യഫ്തഹുഹു, അള്ളാഹു തആല അതിനെ തുറന്നു കൊടുത്തിട്ടില്ല. അലാ അഹദിൻ ഖബലി, എനിക്ക് മുമ്പുള്ള ആർക്കും, മുമ്പുള്ള ഒരു നബിമാർക്കും കിട്ടാത്ത ചില സ്തുതി വചനങ്ങളെ എനിക്ക് അള്ളാഹു തആല തോന്നിപ്പിക്കും. അപ്പൊ ഞാനത് പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിക്കും. സുമ്മ യുഖാലു, പിന്നീട് പറയപ്പെടും, യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇർഫഅ റഅസക, തല ഉയർത്ത്. സൽ, താങ്കൾ ചോദിക്ക്. തോത്ത, താങ്കൾക്ക് നൽകപ്പെടും. വശ്ഫഅ, താങ്കൾ ശുപാർശ ചെയ്യ്. തുശഫഅ, താങ്കളുടെ ശുപാർശയെ സ്വീകരിക്കപ്പെടും. അങ്ങനെ ഫഅർഫഉ റഅസി, ഞാൻ എൻ്റെ ശിരസ് ഉയർത്തും. ഫഅഖൂൽ, ഞാൻ പറയും, ഉമ്മത്തി ഉമ്മത്തി യാ റബ്ബി. ഫയഖാൽ, അപ്പോൾ പറയപ്പെടും, യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ഖിൽ, താങ്കൾ പ്രവേശിപ്പിക്കും. മിൻ ഉമ്മത്തിക, താങ്കളുടെ ഉമ്മത്തിൽ നിന്നും. മൻ, ഒരു വിഭാഗത്തെ. ലാ ഹിസാബ അലൈഹി, അവർക്കൊരു ഹിസാബും ഇല്ല. അങ്ങനെയുള്ളവരെ താങ്കൾ പ്രവേശിപ്പിക്കും. മിനൽ ബാബിൽ ഐമനി, വലത്തെ വാതിലിലൂടെ. ബൈന മിസ്റാഅൈനി, അല്ല, വലത്തെ വാതിലിലൂടെ. മിൻ അബ്വാബിൽ ജന്നത്തി, സ്വർഗ കവാടങ്ങളിൽപ്പെട്ട വലത് കവാടത്തിലൂടെ അവരെ പ്രവേശിപ്പിക്കുക. ഓം, അവര് ശുറക്കാ ഉന്നാസി, ജനങ്ങളുടെ പങ്കാളികളാണ്. ഫീമാ സിവാ ദാലിക, അതല്ലാത്തതിൽ. മിനൽ അബ്വാബി, ഏത് വാതിലൂടെ അവർക്ക് കയറാം, എന്നാലും അവരെ ആദരിച്ച് ഈ വലത്തെ വാതിലൂടെയാണ് കയറ്റിക്കൊണ്ടു പോകുന്നത്. സുമ്മക്കാല, പിന്നീട് അവിടുന്ന് അറിയി, വല്ലദീ നഫ്സി ബിയദിഹി ഇന്ന ബൈനൽ മിസ്റാഅൈനി മിൻ മസാരിഉൽ ജന്നത്തി, സ്വർഗത്തിലെ പാളികൾ, വാതിൽപ്പാളികൾപ്പെട്ട ഓരോ രണ്ട് വാതിൽപ്പാളികൾ, വാതിൽപ്പടി എന്ന് പറയാം. സ്വർഗത്തിന്റെ വാതിൽപ്പാടികളിൽപ്പെട്ട ഓരോ രണ്ട് പാടികളുടെയും ഇടയിലുള്ള ദൂരം കമാ ബൈന മക്കത്ത വ ഹിംയറ, മക്കയുടെ ഹിംയറിന്റെ ഇടയ്ക്കുള്ള ദൂരം പോലെയാണ്. ഹിംയർ നാടാണ്, ഷാമിലാണെന്ന് തോന്നുന്നു. അവ അല്ലെങ്കിൽ കമാ ബൈന മക്കത്ത വ ബുസ്ര, മക്കയുടെയും ബുസ്രയുടെയും ഇടയിലുള്ള ദൂരം പോലെയാണ്. അത്രയും വിശാലമാണ് സ്വർഗത്തിന്റെ കവാടങ്ങൾ. ഇടുങ്ങിയ കവാടത്തിലൂടെ അല്ല കയറ്റിക്കൊണ്ടു പോകുന്നത്. വഫി ഹദീസിൻ ആഖിറ, മറ്റൊരു ഹദീസിലുണ്ട്, ഹാദ സിയാഖ ബിഐനിഹി, ഈ കൊണ്ടുവന്നതിന് ഇങ്ങനെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. മാ ദിക്രി ഖതായ ഇബ്രാഹിമ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പാപങ്ങളെ എടുത്തു പറയുന്നതോട് കൂടെ. ആ പാപങ്ങൾ എന്താണ്?
ഖൗലുഹു അല്ലാഹു തആല പറയലാണ് ഫിൽ കവാകിബി അല്ല ഖൗലുഹു ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞതാണ് ഫിൽ കവാകിബി നക്ഷത്രങ്ങളെ കുറിച്ച് ഹാദാ റബ്ബി ഫലമ്മാ റഅൽ പിന്നെ സ്വർഗത്തിനത് ആകാശത്തിൽ പിന്നെ കൗക്കബുകൾ വെട്ടിത്തിളങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹാദാ റബ്ബി ഫലമ്മാ ജന്ന അലൈഹി ലൈലു റഅ കൗക്കബൻ രാത്രി ഇരുളഞ്ഞപ്പോൾ അദ്ദേഹം കൗക്കബനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹാദാ റബ്ബി ഞാനത് കളവാണല്ലോ പറഞ്ഞു എനിക്ക് കളവാണെന്ന് അറിയാമല്ലോ. അപ്പോൾ കൗലു വീണ്ടും ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ വാക്കിൽ ആലിഹത്തിയും അവരുടെ ഇലാഹുകളെ കുറിച്ച് ബൽ ഫഅലഹു കബീറുഹും ഹാദാ ആരാടായി ചെയ്ത് മം ഫഅല ഹാദാ ബി ആലിഹത്തിന യാ ഇബ്രാഹിം ഇബ്രാഹിമെ ഞങ്ങളുടെ ദൈവത്തിനോട് ആരാ ഇത് ചെയ്തത്? അദ്ദേഹം പറഞ്ഞു ബൽ ഫഅലഹു കബീറുഹും ഇതിനെ ചെയ്തു അവരിൽപ്പെട്ട വലിയ ആൾ ഹാദാ ഈ വലിയവനാണ് ചെയ്തത് അവന്റെ കഴുത്തിലാണ് മഴുവിട്ടിരിക്കുന്നത്. ഇത് കളവാണല്ലോ അത് സംസാരിക്കത്തില്ലല്ലോ ഇതൊരു കളവ്. കൗല് വീണ്ടും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കൗല് ഇന്നി സഖീം അത് മുമ്പുള്ള കൗലാണ്. ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ ഉത്സവപ്പറമ്പിലേക്ക് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്നി സഖീം ഞാൻ രോഗിയാണ്. സത്യത്തിൽ ഇത് കളവല്ല. എല്ലാം ചിന്തിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വളരെ കറക്റ്റ് തന്നെയാണ് പറഞ്ഞതല്ല. എന്നാലും ഒരു പ്രവാചകരാണല്ലോ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ അല്ലാഹു തആല ദേഷ്യപ്പെടുമോ എന്നുള്ള ഭയം അതെല്ലാം ദഅവത്തിന്റെ ഭാഗമായിരുന്നു. ഫഹാദി ഇപ്പം ഈ പറഞ്ഞത് ഷഫാഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്താണ്. വലി ആഹാദി ഉമ്മത്തിഹി അവിടുന്ന് ഉമ്മത്തിൽപ്പെട്ട ഓരോരുത്തർക്കുമുണ്ട് മിനൽ ഉലമായി ഉലമാക്കളാൽ സാലിഹീങ്ങളാൽ ഷഫാഅത്തുണ്ടായതാണ് അവർക്കുമുണ്ട് ഷഫാഅത്ത്. ഹത്താ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഖുലുൽ ജന്നത സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും ബി ഷഫാഅത്തി റജുലിൻ മിൻ ഉമ്മത്തി എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളുടെ ഷഫാഅത്ത് കൊണ്ട് അക്സറു മിൻ റബീഅത വ മുളറ റബീഅ ഗോത്രക്കാരും മുളറ ഗോത്രക്കാരേക്കാൾ കൂടുതൽ ആൾക്കാരെ ഒരാളെ ഷഫാഅത്ത് ചെയ്ത് കൊണ്ടുപോകും ആയിരങ്ങളെ. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖാലു ലിറജുലി ഒരാളോട് പറയപ്പെടും ഷഫാഅത്തിന് അർഹനായ ഷഫാഅത്തിന്റെ അധികാരമുള്ള ഒരാളോട് പറയപ്പെടും എഴുന്നേക്കടാ യാ ഫുലാൻ ഫശ്ഫഅ നീ ഷഫാഅത്ത് ചെയ്യാക്ക് വേണ്ടി. അങ്ങനെ ഫയഖൂമു റജുലു അയാൾ എഴുന്നേൽക്കും ഫയശ്ഫഅ അയാൾ ഷഫാഅത്ത് ചെയ്യുമ്പോൾ കബീലത്തി ഗോത്രത്തിന് വേണ്ടി വലിയ അഹ്ലുൽ ബൈത്തി വീട്ടുകാർക്ക് വേണ്ടി വലിയ റജുലി ഒരാൾക്ക് വേണ്ടി വലിയ റജുലി രണ്ടാൾക്കാർക്ക് വേണ്ടി അലാ ഖദ്രി അമലിഹി അവരവരുടെ അമലിന്റെ അളവനുസരിച്ച് ഷഫാഅത്തിന്റെ ആൾക്കാരുടെ എണ്ണവും കൂടുമെന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവനെയും അവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖൽബ് കൊണ്ട് സ്നേഹിക്കാനുള്ള മഹാഭാഗ്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബിഹഖി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം.